നെയ്യാറ്റിങ്കര ധനുവച്ചുപുരത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം. 27 പവൻ സ്വർണവും 35,000-ത്തിലധികം രൂപയും CCTVയുടെ DVRും കള്ളൻ കവർന്നു. അന്വേഷണം ഊർജിതമാക്കി പാറശാല പോലീസ്. ധനുവച്ചുപുരത്തിന് സമീപം നെടിയാങ്കോട് ഇന്ദിരാനഗറിൽ ഷാജു സാമുവിലിന്റെ രത്നവിലാസത്തിലാണ് കഴിഞ്ഞ ദിവസം കള്ളൻ കയറിയത്. അധ്യാപകനായ ഷാജു ഭാര്യ ഇന്ദുവും മകളുടെ വിഴിഞ്ഞത്തെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. പുലർച്ചെ വീടിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ഷാജുവിനെ ക്യാമറ ഓഫായിരുന്നതായി മനസ്സിലായി. തുടർന്ന് സമീപത്ത് താമസിക്കുന്ന സഹോദരനെ വിവരമറിയിക്കുകയായിരുന്നു. വീടിന്റെ മുൻവാതിൽ തകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് അലമാരകൾ ഉൾപ്പെടെ കുത്തിപ്പൊളിച്ചായിരുന്നു മോഷണം നടത്തിയത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 27 പവനും 35,000 രൂപയും കവർന്നു. വീടിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളിൽ വീടിന് പുറത്ത് അശയിലിട്ടിരുന്ന തോർത്തുകൊണ്ട് മറച്ചതിനു ശേഷമാണ് മുൻവാതിൽ തകർത്ത് എന്നാണ് നിഗമനം. അകത്തു കയറിയ ശേഷം DVRും കൈക്കലാക്കിയാണ് കടന്നുകളഞ്ഞത്. പരാതിയെ തുടർന്ന് പാറശാല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTVയും ഫോൺ കോളുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകുമെന്നും പാറശാല പോലീസ് വ്യക്തമാക്കി. അതേസമയം 1 മാസം മുമ്പാണ് പാറശാല സ്റ്റേഷനിലെ പരിധിയിലെ ആറയൂരിലും അമരവിളയിലും വീടുകൾ കുത്തിത്തുറന്ന് 70ഓളം പവൻ കവർന്നത്. ഈ കേസിലെ ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു. മലയോര ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമാകുന്ന വീട് കുത്തിത്തുറന്നുള്ള മോഷണങ്ങൾ ആശങ്കയിലാണ് പ്രദേശവാസികൾ. GTV ന്യൂസ്, പാറശാല.